വീണ്ടും റിവ്യൂലൂടെ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് ദൈവവചന ശുശ്രൂഷയുമായിട്ട് എല്ലാ പ്രഭാതത്തിലും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്ത ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം മുതലാണ്. അത് ഈ ആഴ്ചകളിൽ അത് ഓരോ വെളിപ്പാടുകൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവൻ ഗെരസന ദേശത്ത് നിൽക്കുമ്പോൾ, തടാകത്തിന് നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനാണ് തിക്കിക്കൊണ്ടിരുന്നു. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നവൻ കണ്ടു. അവയിൽ ഒന്നിൽ മീൻപിടുത്തക്കാർ വല കഴുകുകയായി. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എൻഡ് ഓഫ് ദെയർ സർവീസ്. നമുക്ക് കുറച്ചുകൂടെ അതേക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും ലഭിച്ചില്ല. വല കഴുകുക എന്ന് പറഞ്ഞാൽ തീർന്നു, ഇനിയില്ല, ഇന്നിനി കാര്യങ്ങളില്ല. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഇനി എൻ്റെ മുമ്പിൽ ഒരു വാതിലില്ല, എല്ലാം അടഞ്ഞിരിക്കുന്നു ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീർന്നെന്ന് കഴിയുന്നിടത്ത് ഇനിയും ഒരു പ്രതീക്ഷ എൻ്റെ ജീവിതത്തിലില്ല, ഇനിയും എൻ്റെ ജീവിതത്തിലൊരു പ്രവൃത്തി വെളിപ്പെടുത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവൻ്റെ പ്രവൃത്തി തുടങ്ങാൻ പോവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവവചനം വായിക്കുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമാണ്. കാരണം തീർന്നെന്ന് ലോകം പറയും, വേണേ വൈദ്യശാസ്ത്രം എല്ലാം ഉപേക്ഷിക്കുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. എപ്പിലിപ്സി ബാധിച്ച മകനെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ ശക്തിയെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. പയ്യൻ്റെ അപ്പൻ പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്നു, അവന് കഴിഞ്ഞില്ല. യേശു പറയുന്നു, ബ്രിങ് ടു മീ, അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏത് പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണെങ്കിൽ, ഇനിയും മുമ്പിൽ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് വഴികളുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ 100 വഴികളുണ്ട്. അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറഞ്ഞു. തീർന്നു, കഴിഞ്ഞു, ഇനി ഒരു പ്രതീക്ഷയില്ല, വല കഴുകിയാൽ അവിടെയാണ് ഒരു പ്രവൃത്തി. നമ്മളിനി അത് ചിന്തിക്കാൻ പോകുന്നതാണ് മറ്റൊന്നാണ്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് മെഡിറ്റേറ്റ് ദിസ് വേർഡ്, ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ? കഴിഞ്ഞു, തീർന്നെന്ന് പറയുന്നിടത്ത് വല കഴുകുക, ഇനിയില്ല, അവിടെയാണ് കർത്താവ് വരുന്നത്. തുടക്കം, അതാ വചനം പറയുന്നത്, ബിഗിനിങ് ആൻഡ് എൻഡ്, ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമായ ദൈവം. അതിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിഷയങ്ങളിൽ നിന്ന് കൊടുത്താൽ, ഒരു പക്ഷേ പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചതാണ്, ദൈവകരങ്ങളിൽ ഞാൻ കൊടുത്ത വിഷയം മറുപടി ഒന്നും കാണുന്നില്ല, സാരമില്ല, അവൻ വിശ്വസ്തനാണ്, അവൻ പ്രവർത്തിക്കും. നിങ്ങൾ ഇന്നും നിങ്ങളുടെ ആ ഹൃദയത്തിനകത്ത് ആ ആഗ്രഹം, ആ ദാഹമുണ്ടെങ്കിൽ ഈ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. കാരണം അവൻ പ്രവർത്തിക്കാൻ ശക്തനാണ്. കഴിഞ്ഞു, തീർന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ എപ്പോഴും പറയും, 12 മണിക്കാണെങ്കിൽ ഇവിടെ നടക്കണേ, 11:59 വരെ ദൈവം വെയിറ്റ് ചെയ്യും. ലോകം തീർന്നെന്ന് പറയുന്നത്, ലോകം പറയും ഇനി പ്രതീക്ഷയില്ല. കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ 38 സംവത്സരമാണ്, ഇല്ല, കഴിഞ്ഞു, തീർന്നു, ഞാൻ തന്നെ പോകുമ്പോൾ മറ്റൊരുത്തൻ കർത്താവിന് മനസ്സുണ്ടോ? ഇന്ന് സ്വർഗത്തിലെ ദൈവം, എനിക്കറിയത്തില്ല ഇപ്പോൾ ഇത് പിന്നീട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇത് ലഭിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എന്നോടുള്ള ദൂതാണ്, ദൈവം വീണ്ടും പ്രവർത്തിക്കും. തീർന്നു കഴിഞ്ഞെന്ന് പറഞ്ഞിടത്ത് 1000 അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിളിച്ച് പറയാം. അതുകൊണ്ട് നമുക്ക് ആ 5 അപ്പം വാഴ്ത്തി നുറുക്കിയവൻ്റെ കാര്യങ്ങളോട്ട് കൊടുക്കാം. അവനൊന്ന് വർദ്ധിപ്പിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.